Hello guys, welcome back again to Murshi's vlog. So, ഇന്ന് ഞാൻ എണീക്കുമ്പോൾ തന്നെ ലേറ്റ് ആയിപ്പോയി. I was already late to woke up. And ഇപ്പം സമയം ഏകദേശം ഉച്ചയായി. ഞാൻ മോർണിംഗ് എണീച്ച് സുഹൂറിന് എണീച്ച. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഇന്ന് ബാങ്ക് നേരത്തെ ആയിപ്പോയി. എണീറ്റ് ഞാൻ വെള്ളം കുടിക്കാൻ എണീച്ച. ഞാൻ എണീച്ച് നിസ്കരിച്ചിട്ട് ഓതിയിട്ട് ഒന്നുകൂടി കിടന്ന് പിന്നെ എണീച്ചിട്ട് വെറുതെ ഒരു 2 hours വെറുതെ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കായിരുന്നു. പിന്നെ എണീച്ച് ഇപ്പം ഇതാ കുളിക്കാൻ പോകുന്നത്. നമുക്കിന്ന് എന്താ പറയുക, ഐ ഷോ യു നോട്ട് മൈ ഡേ ഇൻ ലൈഫ്, ബട്ട് എന്തൊക്കെ ചെയ്തെന്നും എവിടെയൊക്കെ പോയെന്നും ഐ ഷോ യു. ഇന്ന് എനിക്ക് ലീവ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ നൗറീസ്, ഇവിടെ കസാഖ്സ്ഥാനിൽ ന്യൂ ഇയർ ആണ്. സ്പ്രിംഗ് സീസണിന് വരവേറ്റാൻ വേണ്ടിയിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് നൗറീസ്. സോ വി ഹാവ് 4-5 days ലീവ്. അതിലിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ആകെ 4 മറ്റൊന്ന് മാത്രം ബാക്കിയുണ്ട്. തീർന്ന് ഭ്രാന്ത്. അപ്പം നമുക്ക് കുളിച്ചിട്ട് കാണാം. അപ്പം മോർണിംഗ് റൂട്ടീൻ എന്ന് പറയാൻ അതിന് മാത്രം അങ്ങനെ ഒന്നുമില്ല. രാവിലെ ജസ്റ്റ് എണീച്ച് ഫസ്റ്റ് ഒന്ന് മുഖം കഴുകാം. പിന്നെ ഗുഡ് വൈബ്സിൻ്റെ ഒരു ആൻറ്റി ബ്ലെമിഷ് ഗ്ലോ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഇന്ന് പൊട്ടിച്ചതാണ്, നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത് കാണുന്നുണ്ടായിച്ചാൽ ഇന്ന് ഞാൻ പൊട്ടിച്ച്. അപ്പോൾ ജസ്റ്റ് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാം. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവ ഇങ്ങനെ എല്ലാക്കുന്ന ക്ലാസ് എന്തെങ്കിലും ഒന്നിനും സമയമില്ല, തീരെ സമയമില്ല. പായൽ തന്നെ, മുഖനെ കവ്വൽ തന്നെ ഇല്ല, അത് വേറെ കഥ. അപ്പം കുളിച്ച് വന്ന് ഞാൻ മുടി കുളിച്ചില്ല, ബിക്കോസ് ഇന്നലെ മെയ്യാന്ന് കുളിച്ചു. ഇവിടുത്തെ ക്ലോറിൻ വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെല്ലാം മൊട്ടയായി ഗൈസിന്. അപ്പം മുടി കുളിച്ചിട്ടാ. പിന്നെ നമ്മളിപ്പം എന്താ പറയുക, സ്കിൻ കെയർ എന്നല്ല, ജസ്റ്റ് പുറത്ത് പോകുന്നതുകൊണ്ട് കുളിച്ചിട്ട് എപ്പോൾ കുളിച്ചാലും ഞാൻ കുളിച്ചത് മാത്രം ഇതെല്ലാം ഇടും, അല്ലെങ്കിൽ ഇടുന്നില്ല. പിന്നെ പ്ലമ്മിൻ്റെ നിയാസൽമായിൻ്റെ ടോണറ്, അപ്പുറത്തെ സൈഡിൽ ഏറ്റവും കുറവാണ് ഇപ്പുറം മാറ്റി വെച്ച്. ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കണ്ടാവേ, ബിക്കോസ് നമ്മൾ സ്റ്റുഡൻസ് അല്ലേ. ഇതെല്ലാം മാറ്റിയെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കൂടി വീഡിയോ കഴിഞ്ഞ് ഒന്നും കൂടി എടുത്തേക്കണം. അതെല്ലാം ഭ്രാന്ത്. നമുക്ക് അങ്ങനെയൊന്നും കുഴപ്പമില്ല. യു ഗൈസ് ഓൾസോ സീ നോ പ്രോബ്ലം. ആൻഡ് അത് കഴിഞ്ഞിട്ട് സെറം യൂസ് ചെയ്യുക. ഞാനിവിടെ കെമിസ്റ്റ് അപ്ലൈൻ്റെ വൈറ്റമിൻ സി സെറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറേ റിവ്യൂ ഇൻസ്റ്റഗ്രാമിലും പിന്നെ എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര റിവ്യൂ കണ്ടിട്ട് മേടിച്ച സാധനമാണ്. പക്ഷേ കോൺസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യണം തോന്നുന്നു, എന്നാൽ മാത്രം എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല, അതുകൊണ്ട് എനിക്കറിയില്ല കാര്യമായിട്ട്. ബട്ട് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആകും, സ്കിന്നിന് ഗ്ലോ ആകുന്നല്ലേ പറയുന്നു. ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ മേ ബി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. ഐ ഡോണ്ട് നോ അബൌട്ട് ദിസ്. മതിപ്പാ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. ഓക്കെ, ദിസ് ഈസ് മൈ ഫേവറേറ്റ്. ഇത് ഞാൻ എപ്പോഴും യൂസ് ആക്കും, ഫോക്സ് ടെയിലിൻ്റെ. ഞാൻ ഇന്നലെയും കാണിച്ചെന്ന് തോന്നുന്നില്ല. ഇത് മോയ്സ്ചറൈസർ ഇടാം. ജസ്റ്റ് ഒന്ന് ഹിജാബ് പരത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി. നൈറ്റ് ഡ്രസ്സ് ഇടുമ്പോൾ ജാക്കറ്റ് ഒരു ഇപ്പം എന്തായിട്ടു, അപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് അടുത്തൊക്കെ ഇട്ടൊരു ഷോള് ഞാൻ ചുമ്മാ സ്റ്റിൽ ഐ എം ടെല്ലിങ് ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് ഹിജാബ്. അപ്പോൾ ഐ ലേൺ ഫ്രം ട്യൂട്ടോറിയൽ ഗൈസ്. ഓക്കെ, ഹിജാബ് ആക്കി. പിന്നെ എഗെയിൻ ഐ എം യൂസിങ് ഫോക്സ്റ്റൈൽ ബ്രൈറ്റനിങ് ബോഡി ലോഷൻ. ജസ്റ്റ് ഒന്ന് ഹാൻഡ് ക്രീമായിട്ട് നമുക്ക് ഇടാം. ഇതും ഭയങ്കര നല്ലത് ഗൈസ്. എന്തോരം നല്ല മണം, നമുക്ക് എന്തോരം ഇഷ്ടം. ജസ്റ്റ് ഒന്ന് കൈക്കിടാം. വെയർ ദിസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ബൈ. അപ്പോൾ പോകുന്ന മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞ പോലെ വൈകുന്നേരം ആക്കുന്ന സ്നാക്ക് ഒരു സാലഡ് ആക്കുന്നു പറഞ്ഞിട്ട്, അപ്പം ഞാനത് കടല വെള്ളത്തിലിടാൻ വേണ്ടി പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം നല്ല കഴുകിയിട്ട് ഇത് ഓവർ നൈറ്റ് സോക്ക് ചെയ്തത് കേട്ടോ. നല്ല എല്ലി കഴുകിയിട്ട് നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കടല മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള സോൾട്ടും ചില്ലി പൗഡറും ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കൊടുക്കുക. ഇപ്പം പോകുമ്പോൾ വെച്ചെങ്കിൽ വരുമ്പോൾക്ക് നമ്മൾ ഷോപ്പിൽ പോയി വരുമ്പോൾക്ക് ഇത് എന്താ പറയുക വെന്തോളും. സോ നമുക്ക് വെച്ചിട്ട് പോവാം. നമുക്ക് പോകുന്ന ഷോപ്പിയുടെ അടുത്ത് തന്നെ
ജസ്റ്റ് റൂമിൽ നിന്ന് താഴെ കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ്സ് വാക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാലഡിന് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറി മേടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഷോപ്പിലെത്തി. ഇതാണ് നമ്മൾ പച്ചക്കറി മേടിക്കുന്ന ഷോപ്പ്, നമ്മുടെ റൂമിൻ്റെ താഴെ തന്നെ. സോ വിൽ ഗോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ പച്ചക്കറീൻ്റെ ഷോപ്പാണിത്. ഇവിടുത്തെ പെണ്ണുങ്ങളും ഉണ്ട്. അപ്പോൾ ഷോപ്പിൽ നമ്മൾ ചെറിയൊരു ക്യാപ്സിക്കും, ഒരു ലൈമും, പിന്നെ ഒരു മല്ലിച്ചപ്പും, പിന്നെ കുറച്ച് സെലറി ലീവ്സ് എടുത്തിട്ടുണ്ടായി. നമുക്ക് ഇത്ര സാധനമൊന്നും ആവശ്യമില്ല, ബാക്കി റൂമിലുണ്ട്. എല്ലാം കൂടി 675. നാട്ടിലത്തെ ഏകദേശം ഒരു 120-150 ആ ഒരു റുപ്പീസ് ആ റേഞ്ചിൽ വരും. ഇത് നമ്മൾ അടുത്തുള്ള പാർക്ക്. ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റിലുള്ള ഫസ്റ്റ് ഫ്ലാറ്റാണ് എൻ്റെ. റൂമിലെത്തുമ്പോൾ നമ്മൾ കുക്കറിന് വീസിൽ വെക്കുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് നോക്കി വെക്കാം. പ്രസ്സാക്കി നോക്കിയിട്ട് നമുക്കത് ഉടനെ തന്നെ വെന്ത് നടത്തും. അപ്പം ജസ്റ്റ് ഓഫ് ചെയ്ത് ആക്കാൻ വേണ്ടി ഒരു ടൊമാറ്റോ എടുക്കുക, ഒരു ഒനിയൻ എടുക്കുക, പിന്നെ ചെറിയ സ്ലൈസ് ഓഫ് ജിഞ്ചർ, പിന്നെ ഇവിടുത്തെ ഗാർലിക് വലിയതായതുകൊണ്ട് ഞാൻ ഒരു വലിയ ക്ലോവ് ഗാർലിക് എടുത്തത്. നാട്ടിലാണ് നിങ്ങൾ അളവിനനുസരിച്ച് എടുക്കുക. 2 ഗ്രീൻ ചില്ലി ആൻഡ് മല്ലിച്ചപ്പ്. അപ്പോൾ മസാലയൊക്കെ മുറിക്കുന്ന പോലെ ഉള്ളി ചെറുതായിട്ട് മുറിക്കുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കുക, ക്രഷ് ചെയ്യുക, ജസ്റ്റ് ടൊമാറ്റോ ചേർത്ത്. ഓരോ കട്ടിങ്ങിനും ഓരോ ടേസ്റ്റ് എന്നല്ലേ, അപ്പോൾ ജസ്റ്റ് മുറിക്കുക. അങ്ങനെ നമുക്ക് അടുപ്പിൽ കടായി വെക്കുക, ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണയിലേക്ക് ഒനിയൻ ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് സാൾട്ട് നല്ലൊരു ബ്രൗണിഷ് കളറായി വരുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ച് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി നല്ലൊന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്മൾ ചില്ലിയും ടൊമാറ്റോ ഇട്ടിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. ഒന്ന് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കുറച്ച് കൊറിയാൻഡർ പൗഡർ ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് പെപ്പർ പൗഡറും, പിന്നെ ഈ അടുത്തുള്ളത് ഈ ചിക്കൻ മസാല കേട്ടോ. അത് ഇടാറില്ല, ബട്ട് ആസ് യു വിഷ്, ഞാൻ ഇടാറുണ്ട്. നല്ലൊരു ഫ്ലേവറിങ് ആണ്. അപ്പം ചിക്കൻ മസാല ഒരു 1/2 or 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ആ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിർ ചെയ്ത് വെച്ച് കൊടുക്കുക. ആ പച്ചച്ചായ ഒന്ന് മാറി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചോളം ചിക്കപ്പിയും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആ വെള്ളം എടുത്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അറ്റ് ലാസ്റ്റ് ആ വെള്ളം ഒന്ന് ഡ്രൈ ആകുമ്പോൾ കൊറിയാൻഡർ ഇട്ടിട്ട് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഒരു 2 to 4 മിനിറ്റ്സ് വെക്കുക. ഓക്കെ, വെള്ളം ഒന്ന് ഡ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഒനിയൻ, ടൊമാറ്റോ, ചില്ലി, പിന്നെ ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ മല്ലിച്ചപ്പ്, ക്യാബേജ്, സെലറി ലീവ്സ്, ക്യാപ്സിക്കം, ലൈം, ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് നമ്മൾ സാലഡിന് ആവശ്യമുള്ള സാധനം ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ജ്യൂസിന് ആവശ്യമായിട്ട് ഞാനിവിടെ ABC ജ്യൂസായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാരറ്റ്, ബീട്രൂട്ട് ആൻഡ് ആപ്പിൾ. അപ്പം അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്ക് മിക്സിയിൽ എല്ലാം കൂടി ഒരുമിച്ചിടാം. ഇനി ഷുഗർ ഇടാറില്ല. എല്ലാം കൂടി മിക്സിയിൽ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. ഗ്രൈൻഡ് ചെയ്ത ശേഷം ഒരു ഇതുപോലത്തെ വെള്ളം തോർത്ത് നമുക്ക് അരിച്ചെടുക്കണം, അതിൻ്റെ വെള്ളം മാത്രം കിട്ടാൻ. അപ്പം കുറച്ച് മെനക്കെയുള്ള പണിയാണ്, ബട്ട് നല്ലതാണ്. അങ്ങനെ അരിക്കുന്നുണ്ട്. അരിച്ചിട്ട് ഇതിൻ്റെ പിണ്ടിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം മാത്രം നമുക്ക് സ്ക്വീസ് ചെയ്തെടുക്കാം. ഇപ്പം ചെറിയ മിക്സിയിൽ അരിച്ചുകൊണ്ട് ഞാൻ 2 times ആയിട്ടാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്തത്. അപ്പം നമുക്ക് ഇങ്ങനെ വെള്ളം മാത്രം മാറ്റി വെക്കാം. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ച സാധനമൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ചെറിയ പീസായിട്ട് മുറിക്കണം കേട്ടോ. വലിയ പീസായി മുറിച്ചെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓരോ കട്ടിങ് ഓരോ ടേസ്റ്റ് എന്നല്ല പറഞ്ഞത്. അപ്പോൾ നമ്മൾ വെജീസും പിന്നെ നമ്മൾ ചിക്കപ്പി മസാലയും രണ്ടും കൂടി എടുത്ത് വെക്കാം. ചെറിയൊരു ബൗളെടുക്കുക. ബൗളെടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര ചിക്കപ്പി ആഡ് ചെയ്യുക. എനിക്ക് ചിക്കപ്പി ഇഷ്ടമല്ല, നമ്മൾ സാലഡ് കഴിക്കുമ്പോൾ എനിക്ക് അധികം വെജീസാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനൊരു 2 to 3 സ്പൂൺസ് ഓഫ് ചിക്കപ്പി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിക്കപ്പി ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ കുക്കുംബർ, മല്ലിച്ചപ്പ്, ക്യാപ്സിക്കം, ഒനിയൻ, ടൊമാറ്റോ, ഉള്ളി, ക്യാരറ്റ്, ക്യാബേജ് എല്ലാം കൂടിയിട്ട് ലൈം ഒഴികെ എല്ലാം കൂടിയിട്ട് ഓരോന്നായിട്ട് നമുക്ക് അതിലിട്ട് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് എല്ലാ സാധനം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലൗസ് വെച്ചാൽ കൈ കൊണ്ട് തന്നെ നല്ല നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നാട്ടിൽ ഈ പക്കോട, ഉള്ളി വജ അങ്ങനെ എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ടേസ്റ്റ് ഒന്നും കൂടി കൂടും. അറ്റ്ലാസ്റ്റ് ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അപ്പം അത്രേ ഉള്ളൂ. ബാങ്ക് കൊടുക്കാനായി നമ്മളെല്ലാം റെഡിയാക്കി. ABC ജ്യൂസും വെള്ളം പിന്നെ ഈത്തപ്പഴവും. ഇത് ഫ്രൂട്ട്സ് ഉണ്ട്, പക്ഷെ ഞാൻ കട്ട് ചെയ്തില്ല, ബിക്കോസ് ഫ്രൂട്ട്സ് കഴിച്ചാൽ ഇത് കഴിക്കൂല. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഈ സമയത്തല്ലാന്ന് കഴിച്ച് നമ്മൾ ശരിക്കും പൊരിക്കാറ് മിസ്സാല്. പൊരിക്കാകുമ്പോൾ എന്തെല്ലാം ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും ഒക്കെ. ഇപ്പോൾ പഠിച്ചോക്കി പിന്നെ എല്ലാം ഒരു ഇതുണ്ടാവുമല്ലോ. ഇൻഷാല്ല എല്ലാവരും ദുബായിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനല്ലോ. ഇൻഷാല്ല നമുക്ക് ബാങ്ക് കൊടുക്കുന്നവരെ വെയിറ്റ് ആക്കാം. ഓക്കെ,
നമ്മൾ നോമ്പ് തുറക്കുന്ന മുമ്പ് ദ്വാരങ്ങളിൽ എന്ത് സ്വീകരിക്കും ഞാൻ എഴുതോ കേട്ടിക്ക്. അങ്ങനെ നോമ്പ് തുറക്കുമ്പം എപ്പോഴും ഞാൻ ഏടെയായെങ്കിൽ ദ്വാരിക്കും അതിന് മുമ്പ്. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞാൻ ഈത്തപ്പഴം കഴിച്ച് അൽഹംദുലില്ലാ. ഇവിടെ ബാങ്ക് കൊടുക്കുന്ന നമുക്ക് കേൾക്കുന്നില്ല, നമ്മളെ ഫോണിലെ ആപ്പിലാണ് നമ്മൾ കേൾക്കൽ. അടുത്ത് പള്ളിയുണ്ട്, ബട്ട് നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നില്ല. ഇനി മധുരമൊന്നും ഇടലില്ല. നമ്മളെ ആപ്പിളിൻ്റെയും വിട്ട സാധനത്തിന് മധുരം ഉണ്ടാവില്ലേ, അപ്പോൾ ആ മധുരം തന്നെ. ദാറ്റ് വാസ് ഗുഡ്, നല്ലുണ്ട്. പിന്നെന്ത്, നമുക്ക് സാലഡ് കഴിച്ചു നോക്കാം. ഓക്കെ, ഞാൻ ഉപ്പൊന്ന് നോക്കിയിട്ടാ, നോമ്പുണ്ടായതല്ലേ, അതുകൊണ്ട് നമുക്കറിയില്ല ഉപ്പുണ്ടോ ഇല്ലെന്നെന്തോ. നമുക്ക് നോക്കി നോക്കാം. നല്ലുണ്ട്. നിങ്ങൾ ട്രൈ ആക്കി നോക്കാം, കഴിച്ചു നോക്കാം. പിന്നെ ശരിക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഈ ഓയിലി ഫുഡ് നല്ലതല്ല, കൊളസ്ട്രോളും പിന്നെ ഓയിലി ഫുഡ് എന്ന് വെച്ചാൽ കുറേ ഓർഗൻസിനൊക്കെ ബാധിക്കും. സോ ട്രൈ ടു ഇറ്റ് ലൈക്ക് ദീസ് ഹെൽത്തി ഫുഡ്. ഇതാകുമ്പോൾ നമ്മൾ ഓയിലില്ല, ചിപ്പി പ്രോട്ടീനാണ്, പച്ചക്കറിയാണ്. സോ ഇറ്റ്സ് ഗുഡ്. അപ്പം ഉണ്ടാക്കിയിട്ട് കമൻ്റ് ആക്കിയിട്ട് അയക്കാം. കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്നും, എങ്ങനെ രസമായിട്ടുണ്ടോ, ട്രൈ ചെയ്തിട്ടുണ്ടോ, എല്ലാം നിങ്ങളുടെ റിവ്യൂസും എല്ലാം കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയാം. ഓക്കെ, ഐ ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ ബൈ.